നമസ്കാരം, BME വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഒരു ദുഃഖവാർത്തയാണ്, സന്തോഷമല്ല കേട്ടോ. നമ്മുടെ സ്ഥിരം അപകട മേഖലയായ കൊട്ടാരക്കര കിളിമാനൂർ എം സി റോഡിലെ സദാനന്ദപുരത്തെ വളവിൽ വളരെ ദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ ഒരു 12 മണിക്ക് സംഭവിച്ചിരിക്കുന്നത്. വെളുപ്പിനെയാണ്, അർദ്ധരാത്രി 12 കേട്ടോ. കാരണം അടൂരിൽ നിന്ന് പോയ MDയുടെ ആംബുലൻസും കൊട്ടാരക്കരയിലേക്ക് വന്നിരുന്ന കോഴിവണ്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചു. 7 പേരോളം യാത്രക്കാരുണ്ടായിരുന്നു. 3 പേര് കോഴിവണ്ടിയിലും 4 പേര് ആംബുലൻസിലുമായിരുന്നു. ആംബുലൻസിൽ കൊണ്ടുവന്ന പേഷ്യൻറ്റിൻ്റെ മരണം സംഭവിച്ചെന്നാണ് അറിയപ്പെട്ടത്. പിന്നെ 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത്. 2 പേര് ബംഗാളിലാണ് കോഴിവണ്ടിയിൽ വന്നത്, പിന്നൊന്ന് ഡ്രൈവറായിരുന്നു. MDയുടെ ആംബുലൻസ് ടെസ്റ്റൊക്കെ വണ്ടി കണ്ടീഷനാണ് കണ്ടിട്ട് നമ്മൾ. അതേസമയം കോഴിവണ്ടി വളരെ പൈശാചികമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ 4 വീലും മുട്ട കേട്ടോ. ചവിട്ടിയാലും അതൊന്നും ഞാൻ കോഴിവണ്ടിക്കാരെ കുറ്റം പറയുന്നൊന്നുമല്ല. അവർക്ക് ഇത്ര സമയത്തുള്ള ഡെലിവറി കൊടുക്കുന്നതാണ്, അത് അവരുടെ ജീവിതമാർഗ്ഗം കൂടാണ്. അപ്പോൾ നമ്മളവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അവരുടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത് ബ്രേക്കും ടയറും ഒക്കെയാണ്. ആ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പോലീസും ഫയർഫോഴ്സും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും സ്പോട്ടിലെത്തി നാട്ടുകാരുടെ എല്ലാ സമ്മതത്തോടാണ് ഇതിപ്പോൾ വൃത്തിയാക്കിയത്. നേർക്ക് നേരെ ഇടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഡീസൽ ടാങ്ക് എൻജിൻ ഭാഗങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് അവിടെ എല്ലാം വീണ് അതിൽ ഡീസൽ വീണ് റോഡ് മൊത്തം തെന്നുകയായിരുന്നു. അതുകൊണ്ടാണ് ഫയർഫോഴ്സോടെ കാരമൊക്കെ ഇട്ട് റോഡ് മൊത്തം കഴുകി വിളിപ്പിച്ചിട്ടുണ്ട്. ബ്ലഡും ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടി ഉണ്ടല്ലേ, 2 വണ്ടിയും പെട്ടെന്ന് ക്രെയിം വന്ന് റോഡിൽ നിന്ന് മാറ്റി ഒതുക്കിയിട്ടിരിക്കുകയാണ്. അത് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് പറയുന്നത്. അല്ല, ഇതാണ് കോഴിവണ്ടി നോക്കിക്കോണം നിങ്ങൾ. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. അത് 4 ടയറും യാതൊരു വിധ ഇതുമില്ല, പ്ലെയിൻ ടയറായിട്ട് കിടപ്പുണ്ട്. 4 ടയർ കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം. ഇതാണ് കോഴിവണ്ടി. നല്ല സ്പീഡിലാണ് വണ്ടി ലോഡ് കയറ്റിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഇത്രയും ലോഡുമായിട്ട് ഈ റോഡിൽ പോയപ്പോണ്ടല്ലേ 4 ടയറും മുട്ടയാണ്. നിങ്ങൾ നോക്കൂ, 4 ടയറും മുട്ടയാണ്. എപ്പോഴും കണ്ടീഷൻ ഇട്ടിരിക്കുന്ന കാര്യമാണ് ടയർ. അല്ലെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ കണ്ടെത്താൻ അറിയാം. നോക്ക്, 4 ടയറും മുട്ടയായിട്ട് അതും ഇത്രയും വേഗത്തിൽ വന്നുണ്ട്. കൊട്ടാരക്കര നല്ല ഫയറിംഗ് യൂണിറ്റാണ് ഇതെല്ലാം വെള്ളമെല്ലാം അടച്ച് കാരമൊക്കെ ഇട്ട് റോഡൊക്കെ വാഷ് ചെയ്ത് മൊത്തം ക്ലിയർ ആക്കിയത് കേട്ടോ. MVD ഉണ്ട്, അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ പോലീസുണ്ട്. അറിയുന്നില്ലേ, ബാക്കിലെ വീല് ഇതെല്ലാം തൊട്ടാൽ തെന്നിപ്പോകുന്ന രീതിയിലുള്ള ഇതാണ്. നേർക്കടിച്ച് രക്ഷയില്ലാത്തൊരു അപകടമായിരുന്നു. വണ്ടി റോഡെല്ലാം കഴുകി റോഡിലെ ട്രാഫിക്കെല്ലാം മാറ്റി തുടങ്ങിയിരിക്കുകയാണ്. കൊട്ടാരക്കര എന്നുള്ള ഫയർഫോഴ്സ് ടീമുകളും പോലീസും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു നമ്മളെ ആ റോഡ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയും. നാട്ടുകാരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമ്മതിച്ചത്. പക്ഷേ വളരെ ഭയങ്കര അപകടമാണ്. അതുപോലെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലവും കൂടാണത്. ദയവായി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പം ആരോട് കുറ്റം പറയും, ആരെ കുറ്റം പറയും? പോയത് പോയില്ലേ. നമുക്ക് കാണുമ്പോൾ ഒരു യാത്രയും കാഴ്ചയിലും അപകടവും മാത്രമാണ്. പക്ഷേ ആ കുടുംബങ്ങളുടെ അവസ്ഥ എന്നാലും ചോദിക്കുക. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധയല്ലേ ഉണ്ടായത്. ആംബുലൻസ് എമർജൻസിയാണ് എല്ലാം ഇട്ട് വന്നതാണ്. ടയറുകളൊക്കെ കണ്ടീഷൻ, ആംബുലൻസിൻ്റെ കണ്ടീഷൻ, പെയിൻ എല്ലാം ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് തോന്നുന്നു. കാരണം ഇത് അടൂർ പെരിങ്ങാടുള്ള വണ്ടിയാണ്. ടയറൊക്കെ കണ്ടീഷൻ വണ്ടിയാണ് അല്ലേ, വണ്ടി കണ്ടീഷനാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇരു ഭാഗത്തു നിന്നുള്ള ഡ്രൈവർമാരുടെയും മനസ്സ് ഒരേ സമയം പ്രവർത്തിക്കുമ്പോഴാണ് അപകടങ്ങൾ ഒഴിവാകുന്നത്. ഇത് വാശിയാണ് എല്ലാവരും. റോഡിൽ എല്ലാവർക്കും വാശിയാണ്. നമ്മളും വണ്ടി ഓടിക്കുന്നതാണ്, എല്ലാവർക്കും വാശി. എനിക്ക് മുമ്പേ പോകണമെന്ന്. ഒരു സെക്കൻഡ് ആക്സിഡൻറ്റ് കാലെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പലപ്പോഴും ബ്രേക്ക് പോലും ചവിട്ടണ്ട, കാലൊന്നെടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മിക്ക സമയങ്ങളിലും കാണുന്നതാണ് നമ്മൾ വണ്ടി
പകുതിക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത വണ്ടിയെ കയറ്റി വിടണമെന്ന്. എന്നാൽ നമ്മൾ എപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അന്നേരം ആ വണ്ടിക്ക് സ്പീഡ് കൂടും. അതാണ് രസം. പിന്നെ വളവിനും കയറ്റത്തും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അത് മറ്റുള്ള വണ്ടിക്കും കൂടെ പോകുന്ന വണ്ടികൾക്കും അപകടം കൂടുതലുണ്ടാകത്തേ ഉള്ളൂ. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത വണ്ടി നമ്മളതിന് ആവശ്യമില്ലാതെ ഹോൺ അടിക്കാതിരിക്കുക. ഹോൺ അടിക്കുമ്പോൾ പലരും അത് വാശിയാവും, നമ്മളെ കയറ്റിവിടാതാവും. അങ്ങനെ റോഡിൽ